ഹയർ സെക്കൻഡറി ഒന്നാം വർഷ ചരിത്ര പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തീം 3 ആണ്. ആൻ എംപയർ അക്രോസ് 3 കോണ്ടിനെൻറ്റ്സ്. 3 വൻകരകളിലേക്ക് വ്യാപിച്ച ഒരു സാമ്രാജ്യം. അതിൽ റോമാ സാമ്രാജ്യത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സ്ഥിരം പോലെ കൊളോസിയത്തിൻ്റെ പടങ്ങളൊക്കെ കാണാം. അപ്പം എന്നത്തെയും പോലെ ഉറവിടങ്ങളൊക്കെ നോക്കി അതിനുശേഷം ആ പാഠത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഒന്നാമതായിട്ട് എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ളത് റോമൻ സാമ്രാജ്യം ഇറാനിയൻ സാമ്രാജ്യം തമ്മിലുള്ള വ്യത്യാസങ്ങൾ. നിങ്ങൾ ഇത്രയും ദിവസം പഠിച്ചു കാണും. തൊട്ട് അടുത്ത ചോദ്യമായിട്ട് കിടക്കുന്നത് കഴിഞ്ഞ ദിവസം മാത്രം നമ്മൾ പഠിച്ച ലേറ്റ് ആൻറ്റിക്വിറ്റി, അന്തിമ പുരാതന കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് കഴിഞ്ഞ ദിവസം മാത്രം പഠിച്ചതാണ്. റോമൻ സാമ്രാജ്യം ഇറാനിയൻ സാമ്രാജ്യം തമ്മിലുള്ള വ്യത്യാസം വീണ്ടും ചോദിച്ചിരിക്കുന്നു. അപ്പം ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാം. നമ്മൾ ക്വസ്റ്റ്യനുകൾ ലാസ്റ്റ് നോക്കാം. പിന്നെ റോമാ ചരിത്രത്തിലെ സെനറ്റിൻ്റെയും സൈന്യത്തിൻ്റെയും സ്ഥാനം, ഇവയെല്ലാം കൂടെ ചേർത്ത് ഒരേ എസ്സേ അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. റോമൻ സാമ്രാജ്യത്തെ നിയന്ത്രിക്കാനും ഭരിക്കാനും ചക്രവർത്തിയെ പ്രാപ്തനാക്കിയത് സാമ്രാജ്യത്തിൻ്റെ നഗരവൽക്കരണമാണ്. സാധൂകരിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഇത്രയും വലിയൊരു സാമ്രാജ്യത്തെ അക്കാലത്ത് എങ്ങനെയാണ് ഇത്ര കറക്റ്റായിട്ട് ഭരിച്ചുകൊണ്ട് പോയെന്ന്. അടുത്തത് 3rd സെഞ്ച്വറി ക്രൈസിസ്. 3-ാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തിൽ ഒരു ക്രൈസിസ്, ഒരു പ്രതിസന്ധി ഉണ്ടായി. അതെന്താണെന്ന്. പിന്നെ റോമാ സാമ്രാജ്യത്തിലെ സ്ത്രീകളുടെ സ്ഥാനത്തെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപൂർവമായിട്ട് അവരുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥകൾ എസ്സേ ആയിട്ട് കണ്ടിട്ടുണ്ട്. പിന്നീട് നമ്മൾ റോമാ സാമ്രാജ്യത്തിലെ അടിമത്തത്തെക്കുറിച്ച് പറഞ്ഞു. എല്ലാം നല്ലത് മാത്രം പറഞ്ഞ റോമാ സാമ്രാജ്യത്തിലെ തിന്മയായിരുന്നു അടിമത്തം, സ്ലേവറി ആയിരുന്നു അതിൻ്റെ റോമാ സാമ്രാജ്യത്തിൻ്റെ എക്കണോമിക് ബേസ് തന്നെ. പിന്നീട് റോമാ സമൂഹത്തിൽ അനേകം സാമൂഹ്യ വിഭാഗങ്ങൾ, സോഷ്യൽ ഹൈറാർക്കിയെ പറ്റി പറഞ്ഞായിരുന്നു. സോഷ്യൽ ഹൈറാർക്കി ആ ഹെഡിങ് പഠിക്കുമ്പോൾ തന്നെ പഠിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള റോമൻ ഹൈറാർക്കിയെ പറ്റി പറഞ്ഞു. പിന്നെ റോമൻ ബ്യൂറോക്രസിയെ പറ്റി അപൂർവമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അഴിമതിയും സ്വേച്ഛാധിപത്യവുമായിരുന്നു. അപ്പം കറപ്ഷനും ഓട്ടോക്രസിയുമായിരുന്നു റോമിലെ ബ്യൂറോക്രസിയുടെ സിമ്പൽ എന്ന് പറഞ്ഞു. പിന്നെ തൊട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഡയോക്ലീഷ്യൻ, കോൺസ്റ്റന്റൈൻ, ഇവർ രണ്ടുപേരുടെയും ഭരണപരിഷ്കാരങ്ങൾ നമുക്കിന്നാണ് ഒന്നുകൂടി നോക്കാം. ഡയോക്ലീഷ്യൻ്റെയും കോൺസ്റ്റന്റൈൻ്റെയും ഭരണപരിഷ്കാരങ്ങൾ. ഇനി ഈ സാമ്രാജ്യം രണ്ടായി കഴിയുമ്പോൾ പശ്ചിമ റോമൻ സാമ്രാജ്യം അത് പെട്ടെന്ന് തന്നെ അതപ്പതിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ ഇന്ന് നമ്മൾ പഠിക്കുകയും ചെയ്യും. ഇത്രയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. റിലീജിയൻ ഓഫ് ദ റോമൻസ് നമ്മൾ അവിടെ വരെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കുന്നതും അതുവഴി അത് രാഷ്ട്രമതമായിട്ട് മാറുന്നതും ലോകമെമ്പാടും ക്രിസ്ത്യാനിറ്റി പടർന്ന് പന്തലിച്ച് ഇന്നത്തെ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ മതമായിട്ട് മാറുന്നതൊക്കെ. അപ്പോൾ ആ ക്രിസ്ത്യാനിറ്റിയും ഈ മാരകമായ അടിമത്തത്തിനെ, ഭീകരമായ അടിമത്തത്തിനെ എതിർത്തില്ല എന്നുള്ളതാണ് കഷ്ടം. അവരുടെ കൂടി പോപ്പിൻ്റെയും ബിഷപ്പിൻ്റെയും കൂടെ സപ്പോർട്ട് കൂടെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പ്രഭുവർഗത്തിന് കൂടുതലായിട്ട് ഈ പാവത്തുങ്ങളെ അടിച്ചമർത്താനുള്ള സാഹചര്യം കിട്ടി. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച 2 പേരെ പറ്റി, ഒന്ന് ഡയോക്ലീഷ്യനെ പറ്റി, ഒന്ന് കോൺസ്റ്റന്റൈനെ പറ്റി ഒരല്പം പറയാം. ഡയോക്ലീഷ്യൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിൽ ഒന്നാമതായിട്ട് സാമ്രാജ്യം വളരെ വലുതായിരുന്നു. ഹി കട്ട് ഡൗൺ ദ ലെങ്ത് ഓഫ് ദ എംപയർ ബൈ ഗിവിങ് അപ്പ് ടെറിട്ടറീസ്. വലിയ സാമ്രാജ്യം വെച്ചുകൊണ്ടിരിക്കാതെ ആവശ്യമില്ലാത്ത കുറേ സ്ഥലങ്ങൾ കളഞ്ഞിട്ട് ഡയോക്ലീഷ്യൻ ആൾസോ ഫോർട്ടിഫൈഡ് ദ ഫ്രോണ്ടിയേഴ്സ് ആൻഡ് റെക്കഗ്നൈസ്ഡ് പ്രൊവിൻഷ്യൽ ബൗണ്ടറീസ്. അതിർത്തികളെല്ലാം കെട്ടി അടച്ച് വൃത്തിയാക്കി പ്രവിശ്യകളുടെ എല്ലാം അതിർത്തികളെ അംഗീകരിച്ചു. മോർ ഓവർ ഹി സെപ്പറേറ്റഡ് സിവിലിയൻ ഫ്രം മിലിറ്ററി ഫങ്ഷൻസ്. സിവിലിയൻസ് എന്ന് പറഞ്ഞ പട്ടാളക്കാരല്ലാത്തവർ, അവരുടെ മിലിറ്ററി ഫങ്ഷൻസ്, മിലിറ്ററിപരമായ സൈനികപരമായ അധികാരങ്ങളൊക്കെ എടുത്തു കളഞ്ഞു. ഗ്രാൻഡിങ് ഗ്രേറ്റർ ഓട്ടോണമി ടു ദ മിലിറ്ററി കമാൻഡേഴ്സ്. മിലിറ്ററി കമാൻഡേഴ്സ്, സൈന്യാധിപന്മാർക്ക് ഒരുപാട് അധികാരങ്ങൾ നൽകി. ഇത്രയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഡയോക്ലീഷ്യൻ്റെ ഭരണപരിഷ്കാരങ്ങൾ. ചുമ്മാ പറഞ്ഞുള്ളതേ ഉള്ളൂ, നിങ്ങൾക്കറിയാവുന്നതാണ് ഡയോക്ലീഷ്യൻ്റെ. അത് കഴിഞ്ഞ് ഒരാളോട് നമ്മൾ പറഞ്ഞായിരുന്നു കോൺസ്റ്റന്റൈൻ റോമാ സാമ്രാജ്യത്തിലെ 306 തൊട്ട് 334 വരെ ഭരിച്ച കോൺസ്റ്റന്റൈൻ. അത് നേരത്തെ മോണിറ്ററി സിസ്റ്റത്തിന് സോൾഡസ് എന്ന് പറയുന്ന നാണയം ഇറക്കുന്നതിനെ പറ്റി, സോൾഡസ് എ കോയിൻ ഓഫ് 400.5 gram ഓഫ് പ്യുവർ ഗോൾഡ്, 4.5 gram പ്യുവർ ഗോൾഡിന് തങ്കം എന്നൊക്കെയാണ് പറയുന്നത്. അതിന് സ്വല്പം കോപ്പർ 916 എന്നൊക്കെ ഇട്ടിട്ടില്ലേ. അപ്പോൾ ബാക്കി കോപ്പറോടൊക്കെ ചേർത്ത് കഴിയുമ്പോഴാണ്
സ്വർണ്ണമാവുന്നത്, ആ പ്യുവർ ഗോൾഡിൻ്റെ സോൾഡസ് വെച്ച്. അപ്പോൾ എന്തുകൊണ്ട് അതിനു മുമ്പ് അവിടുത്തെ സിൽവർ ഖനികളെല്ലാം എക്സോസ്റ്റഡ് ആയി കാലിയായി കഴിഞ്ഞപ്പോഴാണ്, നാണയമില്ല വന്നപ്പോഴാണ് ഇദ്ദേഹം ചെയ്തത്. അത് മാത്രമല്ല അവിടുത്തെ സമ്പൽ സമൃദ്ധിയും കൂടെ കൊണ്ടാണ്. ദീസ് കോയിൻസ് എക്സിസ്റ്റഡ് ഈവൻ ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് ദ റോമൻ എംപയർ. റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം പോലും കോൺസ്റ്റന്റൈൻ്റെ ഈ കോയിനുകൾ നിലനിന്നു. പിന്നീട് കോൺസ്റ്റന്റൈൻ ചെയ്യുന്നത് ഈ ക്രിയേഷൻ ഓഫ് എ സെക്കൻഡ് ക്യാപിറ്റൽ അറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ, ഓൾഡ് ബൈസാൻറ്റിയം, പഴയ നമ്മുടെ ബൈസാൻറ്റിയം, അവിടെ കോൺസ്റ്റാന്റിനോപ്പിൾ, കോൺസ്റ്റന്റൈൻ സ്ഥാപിച്ച ആ ക്യാപിറ്റലിന്റെ പേര് കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ രണ്ട് പരിഷ്കാരം ആയി. സോൾഡസ് എന്ന് പറഞ്ഞ നാണയം, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ആ വലിയ തലസ്ഥാനം. പിന്നെ മോണിറ്ററി സ്റ്റെബിലിറ്റിക്ക്, അപ്പോൾ പണപരമായിട്ടുള്ള സുസ്ഥിരതയ്ക്ക് ശക്തമായ പ്രോത്സാഹനം നൽകി. പിന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ശക്തമായി. അത് കാരണം ഒരുപാട് ഫാക്ടറികളുമൊക്കെ വന്നു. ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ വന്നതോടുകൂടി ഫാക്ടറികളുമൊക്കെ വല്ലാണ്ട് കൂടി. ഈ സമയത്തുള്ള മറ്റ് റിലീജിയൻ, നിലനിന്നിരുന്ന മറ്റു മതങ്ങളെ പറ്റിയൊക്കെ ഇന്നലെ പറഞ്ഞായിരുന്നു. എങ്കിൽ നമ്മൾ ഇന്ന് പിന്നെ ചിലത് മാത്രം പറയുന്നു. ഇത് നമ്മൾ പറഞ്ഞതാണ് ഇന്നലെ. ദേ ബിലീവ്ഡ് ഇൻ പോളിതീസം, ബഹുദൈവാരാധകരായിരുന്നു. ജൂപ്പിറ്റർ, ജൂണോ, മിനർവ, മാസ് എന്ന് പറയുന്ന ദൈവങ്ങൾ. ഇന്നലെ അതൊക്കെ നമ്മളെ പടങ്ങളിലൊക്കെ അവരെയൊക്കെ കണ്ടിരുന്നു. ഇന്ത്യയിലെയൊക്കെ പോലെ പിന്നെ ഹൈന്ദവർ, ഇന്ത്യയിൽ എല്ലാവരും ഇല്ല, ഹൈന്ദവരെ പോലുള്ള ആൾക്കാർ ബഹുദൈവാരാധകരല്ലേ. പൂർണ്ണമായും ബഹുദൈവാരാധകരാണെന്ന് അവരും പറയുന്നില്ല. പരമാത്മ എന്ന് പറയുന്ന ഒരൊറ്റ ദൈവത്തിൻ്റെ ബഹുവിധങ്ങളായ രൂപങ്ങൾ മാത്രമാണ്, അവർക്ക് ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നു. ജൂഡായിസം, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ജൂതമതമൊക്കെ ഉണ്ടായിരുന്നെന്ന്. യഥാർത്ഥത്തിൽ അത് ക്രിസ്ത്യാനിറ്റിയുടെ ആദ്യ ഫോമാണ്. ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ ക്രിസ്തു ജനിച്ചത് കാലിത്തൊഴുത്തിലായതുകൊണ്ട് അദ്ദേഹമാണ് ഇത് യഥാർത്ഥ ഞങ്ങളുടെ രക്ഷകനും തിരിച്ചറിയാൻ കഴിയാതെ നമ്മുടെ ശ്രീകൃഷ്ണ കഥയിലെ പോലെ വധിക്കാൻ നടക്കുന്നു. ആ അന്നുണ്ടായ കുഞ്ഞുങ്ങളെല്ലാം കൊല്ലാനും ഒക്കെ നടക്കുന്നു. അങ്ങനെ ക്രിസ്ത്യാനികളുടെ ശത്രുക്കളായി പോയി, ഒറ്റപ്പെട്ടു പോയി. ഇന്ന് ക്രിസ്ത്യാനിറ്റിയായിട്ട് നല്ല ബന്ധം, ഇസ്രായേലും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമൊക്കെ അല്ലേ ആ ജൂതന്മാർ. അന്ന് ജൂതന്മാർ കുറേ പേര് നമ്മുടെ കൊച്ചിയിലൊക്കെ വന്നായിരുന്നല്ലോ, കൊച്ചിയിലെ ജൂതത്തെരുവിലൊക്കെ. ദ ക്രിസ്ത്യനൈസേഷൻ ഓഫ് ദ എംപയർ in the 4th and 5th centuries was a gradual and complex process. Powerful bishops led the church. അവിടെ തൊട്ടാണ് നമുക്കിന്ന് നോക്കേണ്ടത്. ക്രിസ്ത്യനൈസേഷൻ പെട്ടെന്നുണ്ടായ ഒന്നല്ല, ഗ്രാജുവൽ പ്രോസസ്സാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ ഇതുവരെ ഉള്ളതെല്ലാം മറന്നിട്ട് എല്ലാ ബഹുദൈവാരാധനയും തെറ്റാ, സിംഗിൾ ആരാധനയാണ് ശരി, ഏകദൈവ ആരാധനയാണ് ശരി, മോണോത്തീസോ ശരി, പോളിത്തീസോ എല്ലാം പക്ഷെ ഒന്നും ചിന്തിക്കാൻ പാടാണ്. അപ്പോൾ ശക്തരായ ബിഷപ്പുമാരുടെയൊക്കെ നേതൃത്വത്തിൽ വന്ന വലിയ മാറ്റങ്ങൾ നമുക്കതിലോട്ട് കിടക്കാം. ക്രിസ്ത്യാനിറ്റി ബിഗാൻ ടു സ്പ്രെഡ് ദ എംപയർ ഇൻ ദ 4th and 5th centuries. 4-5 നൂറ്റാണ്ടുകളിലേക്ക് കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിറ്റിയെ സ്റ്റേറ്റ് റിലീജിയനായി പ്രഖ്യാപിച്ചതിന് ശേഷം. കോൺസ്റ്റന്റൈൻ വാസ് ദ ഫസ്റ്റ് റോമൻ എംപറർ ടു ആക്സെപ്റ്റ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി വാസ് ലേറ്റർ ആക്സെപ്റ്റഡ് ആ സ്റ്റേറ്റ് റിലീജിയൻ. റോമിലെ ആദ്യത്തെ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ച ആള്, എന്നിട്ട് റോമിലെ സ്റ്റേറ്റ് റിലീജിയനായിട്ട് ക്രിസ്ത്യാനിറ്റി മാറി. ദ ക്രിസ്ത്യനൈസേഷൻ ഓഫ് ദ എംപയർ വാസ് എ ഗ്രാജുവൽ ആൻഡ് കോംപ്ലക്സ് പ്രോസസ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ക്രിസ്ത്യനൈസേഷൻ, ക്രിസ്തീയവൽക്കരണം തുടർച്ചയായതും വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സായിരുന്നു. പോളിത്തീസം ഡിഡ് നോട്ട് അപ്പിയർ ഓവർ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാത്രി കൊണ്ട് പോളിത്തീസം അവസാനിച്ചില്ല പറഞ്ഞാൽ വളരെ നീളുന്ന ഒരു പ്രക്രിയയായിരുന്നു. ഇറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ വെസ്റ്റേൺ പ്രോവിൻസസ് വെയർ ദ ക്രിസ്ത്യൻ ബിഷപ്സ്, അത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, പാശ്ചാത്യ പ്രൊവിൻസുകളിലൊക്കെ പിന്നീട് നിലനിന്നു. ക്രിസ്ത്യൻ ബിഷപ്സ് വേജ്ഡ് എ കോൺസ്റ്റന്റ് ബാറ്റിൽ അഗൈൻസ്റ്റ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ദേ കണ്ടംഡ്. ക്രിസ്ത്യൻ ബിഷപ്സ് അപ്പോൾ തന്നെ സമർത്ഥരും ശക്തന്മാരുമായ സ്വാധീനമുള്ളവരുമായ ക്രിസ്ത്യൻ ബിഷപ്പുമാർ അതിശക്തമായ നടപടികളെടുത്തു. അവർ വെറുക്കുന്നില്ല, പോളിത്തീസത്തിനെ അവർ വെറുക്കുന്നുണ്ട്, അതെല്ലാം തെറ്റാ. അതിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടികൾ ഈ ക്രിസ്ത്യൻ ബിഷപ്പുമാരുടെയൊക്കെ ഭാഗത്ത് നിന്ന് എടുക്കാൻ തുടങ്ങി. അപ്പോൾ എടുത്തതൊക്കെ അത്ര നല്ല നടപടികൾ എന്ന് പറയാനൊക്കത്തില്ല. അതുവരെ ഈ മോണോത്തീസക്കാരും പോളിത്തീസക്കാരും ഒക്കെ തമ്മിൽ ഒരു നല്ല ഒരു റിലീജിയസ് ഹാർമണി, റിലീജിയസ് ടോളറേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നശിപ്പിച്ച് ഇവരുടെ കൂടെ ആളിനെ നിലനിർത്തേണ്ടിയിട്ട് അതിശക്തമായ നടപടികൾ അവരങ്ങോട്ട് ചെയ്തതോടുകൂടി ബിഷപ്സ് ഗ്രാജുവലി എൻഫോഴ്സ്ഡ് എ റിജിഡ് സെറ്റ് ഓഫ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ടു കൺട്രോൾ ദെയർ ഫോളോവേഴ്സ്. അവരുടെ വിശ്വാസികൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കഠിനമായ വിശ്വാസങ്ങളൊക്കെ നിഷ്ഠകളുമൊക്കെ അങ്ങോട്ട് തെറ്റിച്ചു കഴിഞ്ഞാൽ ശിക്ഷ കൊടുത്ത്. വിത്ത് ദിസ് ദ ബൗണ്ടറീസ് ബിറ്റ്വീൻ ദ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ബിക്കെയിം റിജിഡ്. വ്യത്യസ്ത മതങ്ങൾ തമ്മിലുള്ള അതിർവരമ്പുകൾ അങ്ങ് കട്ടിയായി. സഹോദര്യത്തോടുകൂടി കഴിഞ്ഞു കിടന്നവരെന്നല്ല ശത്രുക്കളായി മാറാൻ തുടങ്ങി. അപ്പം ഇത്രയൊക്കെയാണ് മതപരമായ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. അടുത്ത ഈ സാമ്രാജ്യത്തിൻ്റെ വിഭജനവും അതിൻ്റെ ഡിക്ലൈനും ഒക്കെയാണ്. Decline of the empire. During the 4th century,
ദ റോമൻ എംപയർ വാസ് ഡിവൈഡഡ് ഇൻ ടു ഹാഫ്സ്. 4-ാം നൂറ്റാണ്ടില് റോമാ സാമ്രാജ്യം രണ്ട് കഷ്ണങ്ങളായി. ദ ഈസ്റ്റേൺ റോമൻ എംപയർ ആൻഡ് ദ വെസ്റ്റേൺ റോമൻ എംപയർ ദേ കെയിം അണ്ടർ ദ റൂൾ ഓഫ് 2 എംപറേഴ്സ്. രണ്ട് ഭരണാധിപന്മാരുടെ കീഴിലായി ഈസ്റ്റേൺ റോമൻ എംപയറും വെസ്റ്റേൺ റോമൻ എംപയർ. ദ എംപയർ വാസ് ഡിവൈഡഡ് ബൈ എംപറർ ഡയോക്ലീഷ്യൻ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. ഇതിനു മുമ്പ് തന്നെ എംപയറിന്റെ ചില ഭാഗങ്ങളെല്ലാം ഡിവിഷൻ നടത്തി കളഞ്ഞു ഡയോക്ലീഷ്യൻ ഭരണപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി. ദ ഈസ്റ്റേൺ റോമൻ എംപയർ ബിക്കെയിം പ്രോസ്പറസ്. ഈസ്റ്റേൺ റോമൻ എംപയർ, കിഴക്കൻ റോമ സാമ്രാജ്യം നല്ല ഫലഭൂയിഷ്ഠമായി ആയിരുന്നു, അതുകൊണ്ട് തന്നെ സമ്പൽ സമൃദ്ധമായി. ഇറ്റ്സ് പോപ്പുലേഷൻ വാസ് എക്സ്പാൻഡിങ് ടിൽ ദ 6th സെഞ്ചുറി. 6-ാം നൂറ്റാണ്ട് വരെയും ഇതിന്റെ പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പ്ലേഗ് കുറേ സ്ഥലങ്ങളിൽ, മെഡിറ്ററേനിയന്റെ കുറേ സ്ഥലങ്ങളിൽ വമ്പൻ രീതിയിൽ, ഇന്നത്തെ കൊറോണയെ പോലൊന്നും അല്ല, പ്ലേഗ് വന്ന ആൾക്കാരങ്ങ് മരിക്കുകയാണ്. യൂറോപ്യൻ ജനസംഖ്യയുടെ ഒരു 10-40% പ്ലേഗോടുകൂടി അന്ന് അവസാനിച്ചായിരുന്നു. ഓൺ ദ അതർ ഹാൻഡ് ദ വെസ്റ്റേൺ റോമൻ എംപയർ വാസ് ഫ്രാഗ്മെന്റഡ് പൊളിറ്റിക്കലി. വെസ്റ്റേൺ റോമൻ എംപയർ വാസ് ഫ്രാഗ്മെന്റഡ് പൊളിറ്റിക്കലി. ഈസ്റ്റേൺ റോമൻ എംപയർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വെസ്റ്റേൺ റോമൻ എംപയർ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദ ഇൻവേഷൻ ഓഫ് ജർമാനിക് ഗ്രൂപ്പ്സ് ഓർ ബാർബേറിയൻസ് വാസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്സ് ഡിസിൻറ്റഗ്രേഷൻ. അതിന്റെ തകർച്ചയ്ക്ക് വലിയൊരു കാരണം ജർമാനിക് ഗ്രൂപ്പ്സ്, അല്ലെങ്കിൽ അവരെ നമ്മൾ അപരിഷ്കൃതർ, ബാർബേറിയൻസ് എന്ന് വിളിക്കും, വാസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ദ ഡിസിൻറ്റഗ്രേഷൻ. ആ തകർച്ചയ്ക്ക് അവരൊക്കെയാണ് കാരണക്കാരായത്. ദ ജർമാനിക് ഗ്രൂപ്പ്സ് ഫ്രം ദ നോർത്ത് ഓഫ് എംപയർ, അവർ ഗോത്ത്സ്, വാൻഡൽസ്, ലൊംബാർഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന വിഭാഗം. സാമ്രാജ്യത്തിന്റെ നോർത്ത് ഭാഗത്ത് നിന്ന് ഗോത്തുകൾ, വാൻഡലുകൾ, ലൊംബാർഡുകൾ എന്നിവരെ ഒക്കുപ്പൈഡ് ആൾ ദ മേജർ പ്രോവിൻസ് ഓഫ് ദ വെസ്റ്റേൺ റോമൻ എംപയർ. പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിന്റെ മിക്ക സ്ഥലങ്ങളും ഇവർ പിടിച്ചെടുത്തു. അപ്പോൾ ഇവര് ആ സ്ഥലങ്ങൾ പിടിച്ചെടുത്തോടുകൂടി വിസിഗോത്തുകളുടെ കയ്യിലായി, ഫ്രാൻസിന്റെ കയ്യിലായി ഗൗൾ, അത് പിന്നെ ഗൗള് പിന്നെ ഫ്രാൻസ് എന്ന് തന്നെ അറിയപ്പെടുന്നു. ലൊംബാർഡ്സിന്റെ കയ്യിലായി ഇറ്റലി. Thus the Western Roman Empire disintegrated in the 5th century as a result of the barbarian invasion. ബാർബേറിയൻ ഇൻവേഷനോടുകൂടി 5-ാം നൂറ്റാണ്ടിലെ വെസ്റ്റേൺ റോമൻ എംപയർ തകർന്ന് തരിപ്പണമായി. അണ്ടർ എംപറർ ജസ്റ്റീനിയൻ എംപയർ വാസ് യുണൈറ്റഡ് ഇൻ ദ ഈസ്റ്റ്. ഈ സ്ഥാനത്ത് കിഴക്കൻ റോമാ സാമ്രാജ്യം ജസ്റ്റീനിയന്റെ കീഴിൽ വളർച്ച പ്രാപിച്ചു തന്നെ നിന്നു. ലേറ്റർ വാർ സ്റ്റാർട്ടഡ് ബിറ്റ്വീൻ റോം ആൻഡ് ഇറാൻ. റോമും ഇറാനും തമ്മിലുള്ള പഴയ യുദ്ധങ്ങൾ വീണ്ടും തുടങ്ങുന്നു. സസാനിയൻ സാമ്രാജ്യം പിന്നെയും ശക്തമായി. സസാനിയൻസ് അറ്റാക്ക്ഡ് റോം. സസാനിയൻ സാമ്രാജ്യക്കാർ റോം ഒക്കെ ആക്രമിക്കാൻ തുടങ്ങി. എക്സ്പാൻഷൻ ഓഫ് ഇസ്ലാം വാസ് എ ഗ്രേറ്റ് പൊളിറ്റിക്കൽ റെവല്യൂഷൻ. അപ്പോൾ പിന്നെ 7-ാം നൂറ്റാണ്ടായതോടുകൂടി അറേബ്യയിലെ മുഹമ്മദിന്റെ ജനനമായി, ഇസ്ലാമിന്റെ പിറവിയായി, ഇസ്ലാം വളർന്നു. ഇസ്ലാമിന്റെ വളർച്ച റോമാ സാമ്രാജ്യത്തിന് ഭീഷണിയായിക്കൊണ്ട് വമ്പൻ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയാണ്. അറബ്സ് കോൺകേർഡ് മെനി പ്ലേസസ്. അറബികൾ, ഈ പറഞ്ഞ ഇസ്ലാമികരായ ആൾക്കാർ ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചെടുത്തു. ദസ് റോമൻ എംപയർ ഡിക്ലൈൻഡ്. റോമാ സാമ്രാജ്യത്തിന്റെ അന്തിമമായ തകർച്ചയായി. ഇൻ ദ ഈസ്റ്റ് ദ എംപയർ റിമെയിൻഡ് യുണൈറ്റഡ്. ഇറ്റ് ബിക്കെയിം പ്രോസ്പെറസ് അണ്ടർ ദ റെയിൻ ഓഫ് എംപറർ ജസ്റ്റീനിയൻ. നമ്മൾ പറഞ്ഞു, ജസ്റ്റീനിയന്റെ കീഴിലാണ് കിഴക്കൻ റോമാ സാമ്രാജ്യം വളർന്നു വന്നത്. 527 തൊട്ട് 566 വരെയുള്ള കാലഘട്ടം. ജസ്റ്റീനിയൻ ക്യാപ്ചേർഡ് ആഫ്രിക്ക ഫ്രം ദ വാൻഡൽസ്. ജസ്റ്റീനിയൻ ആഫ്രിക്കയൊക്കെ വാൻഡൽസിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചു. എന്നാൽ എല്ലാ സ്ഥലങ്ങളും ഒന്നും തിരിച്ചു പിടിക്കൽ നടക്കുന്നില്ല. ഇറ്റലി തിരിച്ചു പിടിക്കാൻ നോക്കിയെങ്കിലും അത് തകർച്ചയിലാണ് അവസാനിച്ചത്. പിന്നീട് ദ സസാനിയൻ ഓഫ് ഇറാൻ ഇൻവേഡഡ് ആൾ ദ മേജർ ഈസ്റ്റേൺ പ്രോവിൻസസ് ഇൻക്ലൂഡിങ് ഈജിപ്റ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ സസാനിയൻസ്, ഇറാനിലെ ശക്തമായ സാമ്രാജ്യം. ദ ഈസ്റ്റേൺ റോമൻ എംപയർ ആൾസോ കാൾഡ് ബൈസാന്റിയൻ എംപയർ ലാസ്റ്റഡ് അപ് ടു 1453. ഈസ്റ്റേൺ റോമൻ എംപയർ അപ്പോൾ സസാനിയൻ ആക്രമണം കൂടെ കഴിഞ്ഞ് ക്ഷയിച്ചെങ്കിലും ഇത് ഈ ഈസ്റ്റേൺ റോമൻ എംപയർ ആൾസോ കാൾഡ് ബൈസാന്റിയൻ എംപയർ. ബൈസാന്റിയൻ എംപയർ എന്ന് പറയുന്ന ഈസ്റ്റേൺ റോമൻ എംപയർ 1453 വരെ ഇറ്റ് എക്സിസ്റ്റഡ് ടിൽ 1453. അപ്പോൾ 1453 പണ്ട് എപ്പോഴും നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടല്ലേ, വേൾഡ് ഹിസ്റ്ററിയിൽ 1453 വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ 1526 എന്നറിയപ്പെടുന്നത് മിഡിൽ ഏജസും മോഡേൺ ഏജസിന്റെ കൂടെ അതിർവരമ്പായിട്ടാണ്. വേൾഡ് ഹിസ്റ്ററിയിലെ മധ്യകാലഘട്ടം കഴിഞ്ഞ് ആധുനിക കാലഘട്ടത്തോട്ട് കിടക്കുന്നത് 1453. ആ വർഷത്തിന്റെ പ്രാധാന്യം
ഈ പ്രത്യേക വർഷമാണ് ദ ടർക്സ് കോൺകേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിലുള്ള ബുദ്ധിജീവികളെല്ലാം പണ്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലേ, യൂറോപ്പിലോട്ട് പോകുന്നു, പ്രത്യേകിച്ച് ഇറ്റലിയിലോട്ട് ചേക്കേറുന്നു. അവരുടെ സ്കൂളും കോളേജുകളും എല്ലാം തുടങ്ങുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇറ്റലിയിൽ റിനൈസാൻസ്, നവോത്ഥാനം, ഇതൊക്കെ നമുക്ക് ഒരു 1000 വർഷം കഴിഞ്ഞുള്ള ചരിത്രമാണ്. നമുക്ക് ഇപ്പോഴും അത് പഠിക്കേണ്ടതല്ല. പറഞ്ഞത് 1453 പിന്നെ ഈസ്റ്റേൺ റോമൻ എംപയർ പൂർണ്ണമായി തകർന്നെന്ന് പറഞ്ഞപ്പോൾ ആ വർഷത്തിന്റെ പ്രാധാന്യം വെച്ച് പറഞ്ഞത്. അപ്പം റോമ സാമ്രാജ്യത്തിലെ ചില ഫൺ ഫാക്ട്സ് ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദ റോമൻ എംപയറിന്റെ മാപ്പ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മെഡിറ്ററേനിയൻ സീ എന്ന് പറഞ്ഞാൽ റോമ സാമ്രാജ്യത്തിന്റെ ഹാർട്ട് തന്നെയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിന് ചുറ്റും അടുത്തായിട്ട് തന്നെ റെഡ് സീ, കാസ്പിയൻ സീ, ബ്ലാക്ക് സീ എന്നൊക്കെ പറഞ്ഞ സീകളുണ്ട്. ഒരിക്കലും ഒരു എക്സാമിന് ഈ കടലുകൾ 4 മാർക്കിനും കടലുകൾ മാത്രം അടയാളപ്പെടുത്താൻ ചോദിച്ചു. മെഡിറ്ററേനിയൻ സീ ഉൾപ്പെടെയുള്ള അവിടുത്തെ ഓരോരോ സമുദ്രങ്ങൾ മാത്രം, ഓഷൻസ്, സീസ് മാത്രം അടയാളപ്പെടുത്താൻ ചോദിച്ചു. അപ്പോൾ റോമ സാമ്രാജ്യത്തിലെ വിവിധങ്ങളായ കാഴ്ചകളായിരുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത് സെന്റ് പീറ്റേഴ്സ് ബസലിക്ക, റോമിലെ വലിയ ആരാധനാലയമായ സെന്റ് പീറ്റേഴ്സ് ബസലിക്ക. അപ്പോൾ ഇത്രയൊക്കെയാണ് റോമ സാമ്രാജ്യത്തിനെ കുറിച്ചുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യനുകളൊക്കെ നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം അടുത്ത അധ്യായത്തിലേക്ക് പോവാം. ശരി.